Hi guys, welcome back to my YouTube channel. സോ ഞാനിപ്പോൾ സ്കൂള് കഴിഞ്ഞ് എത്തിയുള്ളൂ കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മ പറഞ്ഞത് സീതപ്പഴം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കണം. അപ്പോൾ അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല, ഇതെങ്ങനെ പൊട്ടിക്കേണ്ടതെന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. പിന്നെ ഇവിടെ കുരങ്ങനൊക്കെ ഇടയ്ക്ക് വരും കേട്ടോ, അപ്പോൾ അതുകൊണ്ട് സീതപ്പഴം ഇനി കുരങ്ങൻ കഴിച്ചാലോ. ഇവിടെ പേരയ്ക്ക ഉണ്ടാവുമ്പോൾ തന്നെ വവ്വാൽ വന്ന് കൊണ്ടുപോകാറുണ്ട്, അപ്പോൾ നമുക്ക് കിട്ടാറില്ല. സോ ഇപ്പോൾ നമുക്ക് സീതപ്പഴം ഉള്ള സമയം നമുക്കത് പറിക്കണമല്ലോ. നോക്കാം. ഇങ്ങനെ നല്ല പൊട്ടിക്കത് കത്തി എടുത്ത് പെട്ടെന്ന് അമ്മ അത് കത്തി കൊണ്ട് മുറിക്കണം. കിട്ടി മൂത്തുണ്ടാവും ചിലപ്പോ. ഇതാട്ടോ, നമ്മൾ ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിശപ്പ് മാറ്റാൻ ഇത് മതിയാവും, ബാക്കിയൊക്കെ ചെറുതാണ്. വിശപ്പ് മാറ്റാൻ പറ്റില്ല, അത് പഴുക്കാൻ വെക്കണം. കഴിക്കാൻ പറ്റില്ല. അത് അല്ലെങ്കിൽ കുരങ്ങൻ കൊത്തിക്കൊണ്ടോ അത് കവറിലിട്ട് വെക്കാം. കൊമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗൈസ്, വലുതാണ് ഭയങ്കര വലുതാ. പഴുക്കാൻ വെക്കണം എന്നുള്ള കാര്യമൊക്കെ അറിയണ്ടായിരുന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ അത് പറിച്ചിട്ടുണ്ട്, പിന്നെ പഴുക്കാൻ വെക്കാം. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കാം. ഞാൻ സാധാരണ സ്നാക്സ് എന്തെങ്കിലും വാങ്ങാറുണ്ട്, പക്ഷേ ഇപ്പം എണ്ണ പലഹാരം ഒഴിവാക്കാം എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇന്ന് നമുക്ക് ഓട്സ് ഉണ്ടാക്കാം. നമ്മൾ ഓട്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓട്സ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് പാലാണ്. ഒരു പാക്കറ്റ് പാലൊന്നും വേണ്ട, നമ്മൾ കുറച്ചല്ലേ കഴിക്കുള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് പാൽ മതി. പിന്നെ ഓട്സ് വേണം, ദെൻ ഷുഗർ, കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി. പ്ലസ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബൂസ്റ്റ്, അതൊരു ചെറിയ സ്പൂണ് ബൂസ്റ്റ് ഇട്ടോ. എന്നിട്ട് അത് എല്ലാം കൂടെ നമ്മൾ തിളപ്പിച്ച് ജസ്റ്റ് ഒരു എന്താ പറയുക, അങ്ങനെ ഒരു റെസിപ്പി ആക്കി നമ്മൾ കഴിക്കും. ഒരു പായസമൊക്കെ കുടിക്കുന്ന പോലെ. ഉണ്ടാക്കുന്നത് കാണിച്ചു തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ ഫോണിൽ ചാർജ് കുറവാണ്. ഇവിടെ ആണെങ്കിൽ പവർ കട്ടാണ്, ഒരു 7 മണിക്കാണ് കറണ്ട് വരുള്ളൂ. സോ പിന്നെ ഒരു ദിവസം അതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് വേണ്ടവർക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്തായാലും അത് കഴിഞ്ഞ് കാണാം. ഇതാട്ടോ അപ്പം എൻ്റെ ഓട്സ് റെസിപ്പി. ഇത് കൂടുതൽ പാലായിരിക്കും, ഓട്സ് കുറച്ചേ ഉള്ളൂ. ബിക്കോസ് എനിക്കിങ്ങനെ എന്തെങ്കിലും പാലിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പാലും അകത്ത് ചെല്ലും, കുറച്ച് ഓട്സും കഴിക്കാം, വിശപ്പും മാറും എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ നമുക്കിത് കഴിക്കാം. ഗൈസ്, ഐ എം സോ സോറി. നേരത്തെ ഓട്സ് കഴിക്കുന്ന സീനായിരിക്കും നിങ്ങൾ ലാസ്റ്റ് കണ്ടതല്ലേ. പിന്നെ ഐ ടോട്ടലി ഫോർഗോട്ട് ടു ടേക്ക് വീഡിയോ, ബിക്കോസ് ഇത് നമുക്ക് ശീലമില്ലല്ലോ. അതുകൊണ്ട് വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എന്തായാലും ഞാൻ ഓട്സ് കഴിച്ചതിന് ശേഷം ഞാനൊന്ന് ഫ്രഷപ്പായി. അതിന് ശേഷം ഐ ഗോട്ട് എ കോൾ ഫ്രം മൈ ബെസ്റ്റ് ഫ്രണ്ട്. എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ കല്യാണം കുറച്ച് മുന്നേ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കഴിഞ്ഞേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. സോ നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കേണ്ട. അവളിപ്പോൾ BEd ഫസ്റ്റ് ഇയർ ആണ്, ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. സോ അവൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ, പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു തിരക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലവൾ ബിസി ആയിരുന്നു, ഞാനും എൻ്റെ സ്റ്റഡീസൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസി ആയിരുന്നു. അപ്പോൾ വിളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിവേ ഇന്ന് അവൾ വിളിച്ചു ആൻഡ് വി ഹാഡ് എ ലോങ് കോൺവെർസേഷൻ. 1 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി തിരിച്ച് വന്നേ ഉള്ളൂ. ഇനി നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. സോ നാളെ 2 hours ഉണ്ട്. ഇതിൽ ഈ 2 hours എനിക്ക് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. അവിടെ പോയാലേ അറിയുള്ളൂ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം മേ ബി എനിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ എനിക്ക് ക്ലാസ് എടുക്കേണ്ടി വരും. സോ ഐ ഹാവ് ടു പ്രിപ്പയർ ഫോർ ദ ക്ലാസ്സസ്. അപ്പം നമുക്ക് ഒന്ന് വായിക്കാം അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ? അതായത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും.
ഫോൺ എടുക്കുക, ഇൻസ്റ്റ നോക്കുക, ഇനിയിപ്പോൾ വല്ല നോട്ടിഫിക്കേഷൻ ഓൺ ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് നോക്കുക ആരാന്ന്, പിന്നെ നോക്കി ഇൻസ്റ്റ എത്തി, സ്ക്രോൾ ചെയ്ത് കുറേ റീൽസ് കണ്ട്, റീൽസിൽ നിന്ന് ഏതെങ്കിലും യൂട്യൂബ് ലിങ്കിലേക്ക് പോയി, പിന്നെ അതിരുന്ന് കണ്ട്, പിന്നെ അതിന് കമൻറ്റ് ഇട്ട്, പിന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ നമ്മൾ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങാറുണ്ടോ? നമ്മളല്ല, നിങ്ങൾ കറങ്ങാറുണ്ടോ? ഇല്ലാതിരിക്കില്ലല്ലോ, ഞാൻ എന്തായാലും കറങ്ങാറുണ്ട്. യെസ്റ്റർഡേ ഇതേപോലെ ഞാൻ ഒന്ന് ഇങ്ങനെ വായിക്കാനൊക്കെ ഇരുന്ന സമയത്ത് വെറുതെ ഫോൺ എടുത്തിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റ അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം ഞാൻ നിലു ബേബിയുടെ വീഡിയോ കണ്ടു. ഞാനൊരു പേളി മാണി അഡിക്റ്റാണ് കേട്ടോ. അപ്പോൾ നിലു ബേബിയുടെ വീഡിയോ കണ്ടപ്പം അപ്പോഴേ ഞാൻ മനസ്സിലാക്കി, ഓക്കെ, അവരുടെ ഹോം ടൂർ പകുതി വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തൊക്കെ കണ്ടിട്ടില്ല, കണ്ടിന്യൂ ചെയ്ത് കാണാൻ പറ്റിയിട്ടില്ല. വീക്കെൻഡിൽ കാണാമെന്ന് വിചാരിച്ചു, പക്ഷേ ഒട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല ആ വീഡിയോ കണ്ടപ്പം, ആ റീല് കണ്ടപ്പം. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ വ്ളോഗ് കാണാൻ പോയി. ഞാൻ കംപ്ലീറ്റ് കണ്ടു ആൻഡ് ഐ വാസ് സോ ഹാപ്പി. അത് കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ പഠിത്തത്തിൻ്റെ മൂഡ് അങ്ങോട്ട് പോയി. അതാണ് ഉണ്ടായത്. വായിക്കാനിരുന്ന ഞാനാണ്, പക്ഷേ ഇതായിരുന്നു അവസ്ഥ. അപ്പം ദിസ് ഇസ് കോൾഡ് ചീറ്റിംഗ് യുവർ സെൽഫ്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? കാരണം നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു ടൈമാണ്, നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടൈമിൽ നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്തു അവിടെ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഒരു ടെൻഡൻസി വരികയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്, ഈ ടൈം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. കുറച്ച് കഴിയുമ്പം യു വിൽ ഗെറ്റ് ടൈം, അല്ലേ? നിങ്ങൾക്ക് വേറെ ആൾക്ക് വേണ്ടി മാറ്റി വയ്ക്കാനുള്ള സമയം കിട്ടും. ആ സമയത്ത് നിങ്ങളത് ചെയ്യുക. അപ്പോൾ കിടക്കാൻ നേരത്തൊക്കെ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ കിടന്ന് കാണുക, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുക. സോ ഫോൺ യൂസേജ് കുറയ്ക്കണം. എസ്പെഷ്യലി ഇങ്ങനെ പഠിക്കാൻ എടുക്കുന്ന സമയത്ത് ഡോണ്ട് യൂസ് ഫോൺ. നമുക്ക് എന്തായാലും ടെൻഡൻസി വരും, പക്ഷേ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുക. നിങ്ങളെ തന്നെ ചീറ്റ് ചെയ്യുക. വേറൊരാൾ നിങ്ങളെ ചീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും? ഭയങ്കര സീനല്ലേ? അതുപോലെ തന്നെയല്ലേ നമ്മളെ ചീറ്റ് ചെയ്യുമ്പോൾ, അതാണ് ഏറ്റവും കൂടുതൽ വിഷമം നമുക്ക് വരേണ്ടത്. അപ്പോൾ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ചീറ്റിംഗ്, സോ സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. ഓക്കെ, സോ ബൈ അല്ല, ഇനി കിടക്കാൻ നേരത്ത് കാണാം. പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ബട്ട് ബിഫോർ ദാറ്റ് ഐ ഹാവ് ടു ഡു മൈ സ്കിൻ കെയർ. ഈ സ്കിൻ കെയർ ഒന്നും ഞാൻ ചെയ്യാറില്ലായിരുന്നു, പക്ഷെ ഒരു 2 months ബിഫോർ എനിക്കൊരു സ്കിൻ ഇഷ്യൂ വന്നു. ആൻഡ് എൻ്റെ ഡെർമറ്റോളജിസ്റ്റ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നതാണ് ഈ മോയ്സ്ചറൈസർ. സോ ഈ മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് കഴിയാറായി. ഇനിയിപ്പോൾ ഇത് ഇവിടെ എവിടെന്നെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വാങ്ങും. ഇതുകൊണ്ട് നല്ല ഗുണമൊക്കെ ഉണ്ട് കേട്ടോ. മോയ്സ്ചറൈസിങ് ആവുന്നുണ്ട്, പിന്നെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ആൻഡ് ഈ മോയ്സ്ചറൈസർ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഞാനൊരു ലിപ് ബാമും കൂടെ ഇടാറുണ്ട്. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ് കേട്ടോ, ബ്രൈറ്റനിങ് ലിപ് ബാം. ഇത് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സജഷൻസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിയതാണ്. ഒരു 15-20 days ആയിട്ടേ ഉള്ളൂ ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ നല്ല മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇതിന് മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് ഒക്കെ നല്ലോണം ഉണ്ട്. ബട്ട് ഇത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. കുറച്ച് നേരം മാത്രമേ നമ്മുടെ ലിപ്പിൽ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഇത് പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ബ്രൈറ്റനിങ് ആവുമോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. അത് പരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ 20 days ഒന്നും ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ആൻഡ് ഞാൻ രാവിലെ ഒന്നും ലിപ് ബാം യൂസ് ചെയ്യാറില്ല. കാരണം ലിപ് ബാം ഇട്ടതിന് ശേഷം ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് ഭയങ്കര സ്റ്റിക്കി ആവില്ല. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതായത് ഒരു ഓയിലിനെസ് പോലെ ഇങ്ങനെ ഉണ്ടാവില്ല ലിപ്പിൽ, അതെനിക്കിഷ്ടമല്ല. ഒരു ഒരു മാറ്റ് ഫിനിഷാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇടാറുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലിപ് ബാം ഇട്ടിട്ട് വേണം ലിപ്സ്റ്റിക്ക് ഇടാൻ, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്തായാലും ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യാറ് ബിഫോർ ഗോയിങ് ടു ബെഡ്. ആൻഡ് ബിഫോർ യൂസിങ് ദീസ് 2 things ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ഞാൻ മാമ എർത്തിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ പഠിച്ചിട്ടില്ല, ബാത്റൂമിലാണ്. ആൻഡ് എനിവേ ഞാനത് യൂസ് ചെയ്തിട്ടാണ് അതിന് ശേഷമാണ് ഇത് ഇടാറ്. എന്തായാലും ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ലെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനിപ്പോൾ ഉറങ്ങും ഗൈസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നും ഇതേപോലെ ആവണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിപ്പം സാധാരണ ഒരു ദിവസം ഞാൻ കാണിച്ചു തന്നേന്നുള്ളൂ. ഇങ്ങനെ എനിക്കെന്നും കോളൊന്നും വരാറില്ല. കോൾ വരുന്ന ദിവസമായിരിക്കും ഇങ്ങനെ പോവുക. കോൾ വരാത്ത ദിവസം ഞാൻ എന്തെങ്കിലും വായിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പണികൾ ചെയ്യാണ്ടാവും, എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും ചെയ്യാണ്ടാവും. അപ്പം അങ്ങനെ
അങ്ങനെ പോകും. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. ചെയ്യരുത്, സബ്സ്ക്രൈബ് ചെയ്ത് ഇട്ടോളൂ, ഞാൻ പ്രത്യേകിച്ച് ശല്യമൊന്നും ചെയ്യില്ല. ഓക്കെ, സോ